ശ്ലീഹ രണ്ടാം വീട്ടിലെ വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 23 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. ധനികനും സ്വർഗരാജ്യവും. യേശുവിനെ സമീപിച്ചവൻ ധനികനായ ഒരു യുവാവായിരുന്നു. ലോകത്തിന്റെ കാഴ്ചപ്പാടിൽ അവൻ നല്ലവനും പ്രമാണങ്ങൾ പാലിക്കുന്നവനുമായിരുന്നു. പക്ഷേ സമ്പത്തിൽ അഭിരമിച്ചിരുന്ന അവൻ ഇല്ലാത്തവരുമായി അത് പങ്കുവയ്ക്കുവാൻ തയ്യാറായില്ല. അതിനാൽ ഒട്ടകം സൂചിക്കുഴിയിലൂടെ കടക്കുന്നതിനേക്കാൾ ദുഷ്കരമായിരിക്കും ധനവാന്റെ സ്വർഗരാജ്യ പ്രവേശനം എന്ന് യേശു വിളംബരം ചെയ്യുന്നു. ധനവാൻ എന്ന വാക്കിന് മറ്റൊരു വാക്കാണ് മുതലാളി എന്ന പദം. മുതലിനെ ലാളിക്കുന്നവൻ എന്നത് ലോപിച്ചുണ്ടായ ഒരു വാക്കാണ് മുതലാളി എന്ന പദം. ഈ യുവാവ് മുതലിനെ ലൗകികതയെ ലാളിക്കുകയും നല്ലവനെന്ന് ഭാവിക്കുകയും ചെയ്യുന്ന കപടഭക്തനായിരുന്നു. മുതൽ അതിൽ തന്നെ ഒരു കുറവല്ല. പങ്കുവയ്ക്കുന്നതിന് വേണ്ടി നിന്റെ ഭണ്ഡാരത്തിൽ സ്വർഗം ഭരമേൽപ്പിച്ചതാണ് നിന്റെ പണം. അത് ഉത്തരവാദിത്വത്തോടെ ചിലവഴിക്കുന്നവരിലാണ് ഉടയവൻ സംപ്രീതനാവുക. അത് വീതിച്ചു കൊടുക്കാതെ തനിക്ക് വേണ്ടപ്പെട്ടവർക്കും വേണ്ടി മാത്രം വിനിയോഗിക്കുന്നവൻ ഭോഷനാണ്, സ്വർഗരാജ്യത്തിന് അനർഹനുമാണ്. ഈ ലോകത്തിൽ തനിക്കുള്ള സമ്പത്തിനെയും സ്വന്തം ജനങ്ങളെയും ഉപേക്ഷിക്കുന്നവന് ദൈവം വീണ്ടും വീണ്ടും ദൈവിക സമ്പത്തും ബന്ധുമിത്രങ്ങളെയും നൽകും. ലോകം മുഴുവനും അവന്റെ സമ്പത്തും എല്ലാ മനുഷ്യരും അവന്റെ സഹോദരങ്ങളുമായിരിക്കും. ഈ ലോകത്തിൽ തന്നെയായിരിക്കുമ്പോൾ അതിലൂടെ ലഭിക്കുന്ന ഇരട്ടിയായ സന്തോഷവും സമൃദ്ധിയും ലോകം നൽകുന്നത് പോലെയല്ല, സ്വർഗരാജ്യത്തിന് സമാനമായിരിക്കും.